കാക്കാ കീക്കി എവിടായിരുന്നു കാക്കാ കീക്കി കൂക്കു? വണക്കം വണക്കം മക്കളെ, വണക്കം തലവരെ. കുറെ ദിവസമായല്ലോ. ആ, ഞാൻ ഇന്ന് വന്നതാ, അന്ന് കണ്ടു പോയതാ കാക്കാ കീക്കി കൂക്കു. ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടുണ്ടോ? എന്താപ്പത്, കോഴിയുടെ പിക്ചറോ? ചായ കുടിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്തുണ്ട് വിശേഷം? കാക്കാ കീക്കി കൂക്കു. നിങ്ക എങ്ക ആയിരുന്നു? ഞാൻ ഇങ്കതാ ഇருக்கு. എന്തായാലോ എന്തറിയോ, സ്കൂളില്ല. അപ്പൊ ചെറിയ ആശാനെയും കൊണ്ട് ഞാൻ ഇപ്പൊ ലൈവ് വെച്ചാലേ പണി പാളും. അപ്പൊ അവിടെ ഇങ്ങനെ മയപ്പെടുത്തിയിട്ട് ഇതിപ്പോ നീച്ചിട്ടേ ഉള്ളൂ. അപ്പൊ കുറച്ചേരം ഒന്ന് വന്ന് മിണ്ടിയിട്ട് പോവാലേ, എന്നും സൈലന്റ് അല്ലേ വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഫേസ് ലൈവ് വരാതിരുന്നത്. ഇതാരാ? കുറെ ആയല്ലോ കണ്ടിട്ട്. മാഡം ദത്തമസി, ശബരീഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടുണ്ടോ? കുറെ ആയി വന്നിട്ട്, ഫേസ് ലൈവ് വന്നിട്ട്. കഴിഞ്ഞ 2 ആഴ്ചക്ക് ശേഷം, കഴിഞ്ഞ ആഴ്ച വന്നു. ഒരാഴ്ചക്ക് ശേഷം ഞാൻ ഇന്ന് വന്നിരിക്കുന്നു. ബാദു ബ്ലോഗർ ടീൻ സബ് സോൺ കൂട്ടാക്കിയിട്ടുണ്ട്. ഒരു മടുപ്പി ഫുൾ മഴ, എങ്ങും പോകാൻ മേല. അടിപൊളി മഴയല്ലേ. ഞാൻ സൺഡേ വരുന്നുണ്ട്. മഴ ഓടിപ്പോവാതെ ഇരുന്നാൽ മതിയായിരുന്നു. ലൈക്ക് 38. സബരീഷ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഗുഡ് മോർണിംഗ്. അവിടെ ഇപ്പം എത്ര സമയം? എന്താ വിശേഷം? അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ എന്നൊന്നും ചോദിക്കണില്ല. അവിടെ എത്ര സമയം? അവിടെ ഇപ്പം എന്തായിരിക്കും? ഉച്ചത്തെ ഫുഡോ ഈവനിങ്ങോ? എന്താ സംഭവം അവിടെ? സുഖമായിരിക്കണോ? എന്തായി ജോബ് സെർച്ചിങ്? കാക്കാ കിക്കി കൂക്കു, നല്ല കട്ടൻ ചായയും കുടിച്ച് ഒരു പരിപ്പ് വടിയും കഴിച്ച് ഇങ്ങനെ ഇരിക്കണം. സുഖല്ലേ? മഴയൊക്കെ ആയി 2 ദിവസമൊക്കെ മടി പിടിച്ചിരിക്കുക രസമല്ലേ? എപ്പോഴൊന്നും ഇല്ലല്ലോ. അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 2 ദിവസം മഴയെ ആസ്വദിച്ച് വീട്ടിലിരിക്കണം. അതും ഒരു രസമാണ്. ആ, ഇവിടെ ഗുഡ് ആഫ്റ്റർനൂൺ ആയി. ഉച്ചയ്ക്ക് 12:55. ആഹാ, അടിപൊളി. അപ്പൊ മാമ ഉണ്ണാൻ വേണ്ടി വെയിറ്റിംഗ്, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ്. അതേ, നാട്ടിൽ പോവുകയാണല്ലോ. ജോബ് ആയിട്ടില്ല. എന്താ അന്ന് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിരുന്നില്ലേ? അതൊക്കെ റെഡി ആയില്ലേ? ഓക്കെ ആയില്ലേ? നാട്ടിലേക്ക് വരികയാണ്. അയ്യോ, എൻ്റെ ഫോണ് വീണേ. ഞാൻ ഇപ്പോൾ വെക്കേഷൻ ഇവിടെ, അതുകൊണ്ടാണ് ലൈവ് ഇടാൻ ഇത്തിരി കഷ്ടമായിട്ടുള്ളത്. ചെറിയ ആശാൻ എന്നെ നാട്ടിലേക്ക് വരികയാണ്. സൺഡേ സ്കൂൾ ലീവ് അല്ലേ? ശബരീഷ് വർമ്മ കൂട്ടാക്കിയിട്ടുണ്ട്. പറയണ്ട ബാദു ബ്ലോഗർ ശബരീഷ് ഏട്ടൻ തിരിച്ചു വരും. തത്വമസി തിരിച്ചു വരും കേട്ടോ. ഞാൻ നാട് വിട്ടു പോവാന്ന്. കാക്കാക്കിക്ക് വൈ നാട് വിട്ടു പോകണം? എന്താണ് പ്രശ്നം? എന്തിന് നാട് വിട്ടു പോകണം? എന്താണ് അതിൻ്റെ ആവശ്യം? വൈഫ് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു. വൈഫ് വന്നിട്ട് ഫുഡ് കഴിക്കൂ. വൈഫ് ഇവിടുത്തെ 3:30 വരും, എന്നിട്ടേ കഴിക്കൂ എന്ന് പറയണ്ട ശബരീഷ് ഏട്ടാ. ഓക്കെ. ഒരുമിച്ചൊരു ഫുഡടി. വേറെ എന്താണ് വിശേഷം? കാക്കാ കീക്കി കൂക്കു, നാട് വിട്ട് ഇപ്പം തന്നെ പോയോ? നാട് വിട്ട് പോണം. എന്താണ് അതിൻ്റെ കാര്യം? നീല
എന്താണ് ആരും സൺഡേ ചിലരൊക്കെ വരുമല്ലേ. അതിനാണ് നാട് വിട്ടുപോണത്. ഞാൻ ഞാൻ മഴയൊക്കെ ആസ്വദിച്ച് സ്വസ്ഥമായി വീട്ടിൽ ഞാൻ ഞാൻ മഴയൊക്കെ ആസ്വദിച്ച് സ്വസ്ഥമായി വീട്ടിലിരിക്കും. എവിടെയും പോവില്ല. എനിക്ക് ഭയങ്കര മടിയാണ്. സ്വസ്ഥമായിട്ടിരിക്കും വീട്ടിലെത്തിയിട്ട്. ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ മഴ ഉണ്ടാവില്ലാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം അങ്ങനെയായിരുന്നു. സജിൻ ഹായ് ഹായ്, ഗുഡ് മോർണിംഗ് സജിൻ. താങ്ക്സ് ബാദു, തിരിച്ചു വരാം, കമൻ്റ് ഇട്ടേക്കൂ എന്ന് പറയണ്ടേ സബരീഷ് ചേട്ടൻ. വേറെ എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടുണ്ടോ? നാട്ടിൽ മഴയും, പണിക്കും പോകാൻ പറ്റില്ല, സ്കൂളും ഇല്ല. അടിച്ച് പൊളിച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവരുമായിട്ട് ഇരുന്ന് അടിച്ച് പൊളിച്ച് ഫുഡ് കഴിക്കാം. മഴ സമയത്ത് അതാണ് സൂപ്പർ. പക്ഷെ ഞാനൊക്കെ വന്നല്ലേ ഈ വെയിലില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ട്. നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല. തുണികൾ കുറേ കൊണ്ടുവരണം. എന്തു ചെയ്യും? ഹലോ 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 റഷീദ്, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? ചായയൊക്കെ കുടിച്ചോ? എല്ലാവരും സുഖമായിട്ടുണ്ടോ? Case Monsi, have a nice day. Bye Monsi, UAE. Thank you. Good morning. Have a nice day. മോനിപ്പോൾ 2 weeks വെക്കേഷനാണ്. സെക്കൻഡ് ഡേ കഴിഞ്ഞു. ഇനി ഈ മൺഡേ സ്കൂൾ ഓപ്പൺ ആകും. ഈ വെക്കേഷനായിരുന്നു അല്ലേ? മൺഡേ ഓപ്പൺ ആകും. നമ്മൾക്ക് വെക്കേഷൻ തുടങ്ങിയിട്ട് എത്രയായി? 2 ആഴ്ചയായി തുടങ്ങിയിട്ട്. സരിത് മുത്തേ പെങ്ങളെ ഹായ് പറയണ്ടേൽതോ. ഹായ് ഹായ് ഹായ്, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷം? ചായ കുടിച്ചോ? എവിടെ ആയിരുന്നു? ഫുഡ് കഴിച്ചോ? കാക്കാ കീ കീ കുക്കു. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കാൻ പോണേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് സൈലൻ്റ് ഇട്ടു. പിന്നെ എല്ലാവരും വന്നിങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ സൈലൻ്റ് ഇട്ട് മിണ്ടാതെ ഇരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇന്നൊന്ന് മിണ്ടാം എന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ പിന്നെ കുട്ടികൾക്ക് എക്സാം ഇല്ലേ? അയ്യോ, എങ്ങനെയെങ്കിലും അവിടെ വന്നിട്ട് നോക്കണം. എൻ്റെ അമ്മയെ, കുട്ടികൾക്ക് എക്സാം ആണെങ്കിൽ കുട്ടികൾക്കല്ല, നമുക്കാണ് ബുദ്ധിമുട്ട്. എക്സാം ഇല്ലാത്ത നാട്ടിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം സബരീഷ് ചേട്ടാ. എനിക്ക് വയ്യ. ഇവിടെ പറയും 4 ക്ലാസ് 5ാം ക്ലാസ് വരെയൊക്കെ ഇല്ലയെന്ന്. അറിയില്ല, ഇനി കാണാം. എക്സാം ഇല്ലാതെ പിന്നെ എങ്ങനെ ഇവർ പഠിച്ചോ ഇല്ലയെന്ന് എങ്ങനെ അറിയും? അല്ലെങ്കിൽ ഇപ്പോൾ ഈ പഠിച്ചതൊന്നല്ലല്ലോ അല്ലേ നമുക്ക് ജീവിതത്തിൽ വരുന്ന. ഏതോ ഇതിൽ പറഞ്ഞ പോലെ തീറ്റി മറ്റെന്താ മാത്സൊക്കെ ഓരോന്ന് പഠിച്ചത് എന്ത് കാര്യം ഉണ്ടായിരുന്നു? അതൊക്കെ എവിടെ ഒരു ആവശ്യം വരുന്നില്ല എന്ന് പറഞ്ഞ പോലെ. ഞാനേ പറയണു, ഞാനേ ചിരിക്കണു, ആരും മിണ്ടണില്ല. എന്ത് ചെയ്യും? സമയം എത്രയായി? 9 മണിയായി കേട്ടോ, 9 മണിയായി. എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു, ആരും മേടിച്ചെന്നില്ല. ശബരീഷ് ചേട്ടൻ്റെ വകയാണോ കുക്കിംഗ്? അപ്പോൾ കുട്ടികൾക്ക് എക്സാം ഒരു 10 വയസ്സ് വരെ എക്സാം ഒന്നും പാടില്ല. അതാ നല്ലത്. ജോജോ ഹായ് ഹായ് ജോജോ, എന്താ വിശേഷം? ഗുഡ് മോർണിംഗ്. ഇവിടെ എക്സാം ഇല്ല, ഹോംവർക്ക് ഇല്ല, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ കൂടുതലും കുട്ടികൾക്ക് 8th സ്റ്റാൻഡേർഡ് വരെ ആക്ടിവിറ്റീസും സ്പോർട്സും ഒക്കെ. നല്ല കാര്യമല്ലേ? അടിപൊളി. ആ ഒരു സിസ്റ്റം എല്ലായിടത്തും വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് എക്സാം ആണെങ്കിൽ കുട്ടികൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ട്, അവർക്കൊന്നും അറിയണ്ട. ഇവിടെ ചെറിയ ആള് KG 2 ആണ്. ഇപ്പം തന്നെ എന്തോരം അറിയോ? അവനല്ല, ഞാനാ പഠിക്കണം. ചെയ്യണതും പഠിക്കണമൊക്കെ ഞാനപ്പോൾ. എന്താണ് എനിക്ക് ആരും ലൈക്ക് തന്നിട്ടില്ലല്ലോ? ഓൺലി 39. അപ്പോൾ എനിക്ക് സൈലന്റ് ലൈവ് ഇടുമ്പോഴാണ് ലൈക്ക് കിട്ടുന്നത്. വയലൻ്റ് വരുമ്പോൾ എല്ലാവരും ലൈക്കാൻ മറന്നു പോകുന്നു.
ജോജോ ഹായ്, ഗുഡ് മോർണിംഗ്. പോയോ? എന്താ വിശേഷം? ചായയൊക്കെ കുടിച്ചോ? ശബരീഷേട്ട അവിടുത്തെ നല്ലൊരു സിസ്റ്റാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിൽ വരണം, സമാധാനം കിട്ടുമല്ലോ. ഇത് ഓരോ മാസം കൂടുമ്പോ എക്സാം. വേറെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടുണ്ടോ? സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടോ? നാട്ടിൽ മഴയാണ്, ഇവിടെ നല്ല വെയിലാണ്. കോസും തീറ്റ, അതാണ് മാത്സ്. പറയുമ്പോഴൊക്കെ എന്തിനാ പഠിച്ചില്ലേ? സത്യമാണ് അതൊക്കെ പറയുന്നത്. ശരിക്കും കുറേ എസ്സേ എഴുതി, എന്തൊക്കെ ചെയ്തു. ഇവിടെ ഗവൺമെൻറ് റൂൾസ് ഉണ്ട്, കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന്, വഴക്ക് പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല, ടെക്സ്റ്റ് ഇല്ല, നോട്ട് ബുക്ക് ഇല്ല, ക്ലാസ്സിൽ ഒരു ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, അതിലെല്ലാം ചെയ്യും. സൂപ്പർ. ഇവിടെ ടാബ് ഇപ്പോൾ KG നമ്മൾ വന്നല്ലോ. 53 ലൈക്ക് തന്നിട്ടുണ്ട്, 63 ആൾക്കാരുണ്ട്. ആ 10 ലൈക്കും കൂടി അവിടെ കൊണ്ടുവയ്ക്കൂ, അപ്പോൾ 63 ആവുമല്ലോ. ആരാണ് ആ 10 പേരെ എനിക്ക് തരാത്തത്? ചിരിക്കുന്നത് നല്ല ചിരിച്ചുകൊണ്ടേയിരിക്കൂ. എപ്പോഴും ചിരിക്കരുത്. ചില ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ പോയി ചിരിച്ച് നമുക്കുള്ള പണി ഫ്ലൈറ്റ് പിടിച്ചു തരും. പറ്റുന്ന സാഹചര്യത്തിലൊക്കെ ചിരിക്കാം. അതേ സീമി ചിരിച്ചുകൊണ്ടിരിക്കണ. ചിരിച്ചുകൊണ്ടേയിരിക്കൂ. സിറ്റുവേഷൻ നോക്കിയിട്ട് ചിരിക്കണം, ഇല്ലെങ്കിൽ പണി പാലുവെള്ളത്തിൽ കിട്ടുന്നു. വേറെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടുണ്ടോ? എന്താണ് റഹ്മാൻ രാവിലെ അവിടെ എന്താണ്? പത്തിരിയാണോ? നല്ല മഴയാണ്. ഞാൻ ചായ കുടിച്ചു. നല്ല മഴയാണ്, അടിപൊളി മഴ. സ്കൂളൊന്നും ഇല്ലല്ലേ അവിടെ ഒന്നും? മലപ്പുറത്ത് എങ്ങനെ സ്കൂളുണ്ടോ? ആരോ വന്നിട്ട് പറഞ്ഞു സ്കൂളില്ലാന്ന്. ആരാ പറഞ്ഞ? ആര്യാസോ? അടിപൊളി മഴ. സൂപ്പർ. വേറെ എന്താണ് വിശേഷങ്ങൾ? എല്ലാവരും പറയൂ. അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ, നിന്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിയുന്നു. മാനസലോല മൗനത്തിൽ ഒളിപ്പിച്ചു മാലിനി. എല്ലാരും പോയോ എല്ലാവരും? ഹലോ അമ്പി സജി, ഹലോ. സുഖാണോ ചേച്ചി? സുഖമായിട്ടുണ്ടല്ലോ. എന്താണ് അവിടെ വിശേഷം? സുഖമായിട്ടുണ്ടോ? ആരും മിണ്ടുന്നില്ലെന്നേ. എല്ലാരും വന്നിട്ടുണ്ട്, പക്ഷെ ആരും മിണ്ടുന്നില്ല. എന്താണ്? പോയോ എല്ലാവരും? പോയോ? ഹലോ.
എന്താണ് വിശേഷങ്ങൾ? 2 വിശേഷങ്ങൾ പറയൂ. എന്താ മിണ്ടാത്തേ ആരും? ആരും മിണ്ടുന്നില്ലല്ലോ. മിണ്ടുന്നില്ല. ഹലേലോ. 2 വിശേഷങ്ങൾ പറയൂ. എന്താ ആരും മിണ്ടാത്തേ? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ബൈ അമ്പിളി. സീമ കൂട്ടാക്കി. സീമ പോയോ? സീമേ ഒരു കൂട്ട് വന്നിട്ടുണ്ടല്ലോ ചേച്ചി. നന്ദന വന്നു. നന്ദന വന്നോ? എവിടെ വന്നു? അന്നിയും കൂട്ടാക്കി. അന്നിയും അതെന്താ? ലാലലാ പവറേ സൈലന്റിൽ നിന്നും വയലന്റിലേക്ക് വന്നിട്ടുണ്ട് പവറേ. ഞാൻ കുറച്ചേരം സൈലന്റ് ആയിരുന്നു. അപ്പോൾ വന്നു പോയത് ഞാൻ കണ്ടേ. അപ്പോൾ ഞാനൊന്ന് കുറച്ച് ദിവസത്തിന് ശേഷം ഒന്ന് വയലന്റ് ആവാൻ വന്നതാണ് എൻ്റെ പവറേ. എന്തുണ്ട് വിശേഷം? കഴിച്ചോ? സുഖമായിട്ടുണ്ടോ? എന്തുണ്ട് വിശേഷം? ഇന്ന് സ്കൂളില്ലേ? സ്കൂളിൽ ലീവാണോ മഴ കാരണം? ലൈവിൽ ഞാൻ വന്നു. വീണ്ടും വന്നെന്നല്ലേ? താങ്ക് യു. ഇതെന്താ 2 സ്കിൻ ഡബിളാ? പവറ് ഡബിള്. ഞാൻ ആദ്യം സൈലന്റ് ഇട്ടില്ലേ, മറ്റേ ഫോട്ടോ കോഡ്സ് ഒക്കെ വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് ഞാൻ ക്യാം ഓൺ ആക്കിയപ്പോൾ അത് ഇന്നും അങ്ങനെ. ഞാൻ ഫസ്റ്റ് സൈലന്റ് ഇട്ടിട്ട് അത് കട്ടാക്കിയിട്ട് ക്യാം അതിലത്തെ ഓൺ ആക്കുമ്പോൾ പിന്നെ ഞാൻ ഡബിളാ. സുഖണ്ടാന്ന് പറയുന്നുണ്ട്. ഡബിള് കുമ്പിടിയാ. അങ്ങനെ ചെയ്യുമ്പോ എല്ലാ ദിവസവും അങ്ങനെ. അതാണ് ലുക്ക്. ഇന്നലെ വന്നിട്ട് എന്നോട് പവറിന്റെ ലൈവിൽ തന്നെ പറഞ്ഞു തോന്നണു, എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിരുന്നു. എന്റെ കണ്ണടിച്ചു പോയി V3, എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന്. കുമ്പിട് കുഴലിടും. ലൈക്ക് ചെയ്തു ചേച്ചി, താങ്ക് യു. എന്താ വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? സുഖമായിട്ടുണ്ടോ? ആരും പവറേ ചിരിക്കുന്നല്ലോ പവറ്. എന്താണ് ബാൽക്കണി ടിക്കറ്റ് എടുത്തവർ മിണ്ടാത്ത? 2 വിശേഷങ്ങൾ പറയൂ. വൈ മിണ്ടുന്നില്ല നിങ്ങളാരും? ഞാൻ പിന്നെ വരാം കിച്ചണിൽ. ഓക്കെ പവറേ, ഞാൻ കിച്ചണിൽ കയറാൻ പോവുകയാണ്. ഇവരാരും മിണ്ടണില്ല. ഞാൻ ഈ നോക്കി ഇരുന്നിട്ട് എൻ്റെ മീൻകറി ആര് വെക്കും? ഞാൻ തന്നെ വെക്കണ്ടേ? എന്തുകൊണ്ട് മിണ്ടുന്നില്ല? വാട്ട് ഈസ് ദ പ്രോബ്ലം?
ലാല ലാ ലാ ലാല ലാല ലാ ലാ ലാല ലാല ലാ. വെൽക്കം ചേച്ചി. ഫുഡ് കഴിച്ചു ചേച്ചി കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കണം. പിന്നെ ഉച്ചത്തേക്ക് മീൻ കറി വെക്കാനുണ്ട്, മീൻ വറുക്കാനുണ്ട്, ചോറും വെക്കാനുണ്ട്, പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരി വെക്കണം. എല്ലാവരും കണ്ടപ്പോൾ ഞാൻ 2 വർത്തമാനം വർദ്ധാനിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഫേസ് ലൈവ് വന്നു. അപ്പോഴോ വർദ്ധാനിക്കാൻ നോക്കുമ്പോൾ ആരും മിണ്ടുന്നില്ല. ആനന്ദ് എവിടെ? നാട്ടില്? പറഞ്ഞായിരുന്നു. മന്ദാരം. ഓ ബട്ടർഫ്ലൈ. ഓഹോ. കാക്ക കിക്കി കുക്കു പോയോ? എവിടെ പോയി? മഴയത്ത് കിടന്നുറങ്ങിയോ? മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവായി മിഴികളെ തഴുകാം ഞാൻ. ഡബിള്. ഞാൻ വേറെ ഫോണിൽ എടുത്തു നോക്കി. കറക്റ്റാ. ഡബിളാ. പൂമാനത്തെ പൊൻതാരമായി വിണ്ണാറ്റിൽ നീന്തി വരാം, കുഞ്ഞോർമ്മയിൽ സന്തോഷമായി കൂത്താടിയാടി വരാം. ചന്ദ്രകിന്തം പാൽക്കടലിൽ ചന്ദനവർണ്ണ. ആരും മിണ്ടുന്നില്ല. എന്തു ചെയ്യും ഞാൻ? ഞാൻ ഇവിടെ ഇരുന്ന നേരം ഞാൻ പോയി മീൻ കറി എടുത്തിട്ടുണ്ട്. മീൻ കറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാം. ഹായ് പ്രദീപ് ശശി. ഹായ്, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? ചന്ദ്രകിന്തം പാൽക്കടലിൽ ചന്ദനവർണ്ണ തോണിയുണ്ടോ, മിനുങ്ങും പൂന്തണലിൽ. ആരും മിണ്ടുന്നില്ല. എന്താ ചെയ്യാ? പാടിയിട്ട് എല്ലാവരും ഓടുകയാണോ? ആരും മിണ്ടുന്നത് കാണാനില്ല. എല്ലാവരോടും വർത്തമാനം പറയാലോ. എന്നും സൈലന്റ് അല്ലേ, ഇന്നൊന്ന് വയലന്റ് ആവാന്ന് വിചാരിച്ചു. ഞാൻ ഇടുക്കിയായ ചേച്ചി. ഞാൻ നന്ദന. മിണ്ടാത്തതിൻ്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ വൈ ചിരിക്കുന്നു. ആനന്ദ് എന്നെ മൊത്തമായിട്ട് കൺഫ്യൂഷൻ ആക്കണം. ഞാൻ ഇടുക്കി ആ ചേച്ചി. ഞാൻ നന്ദന. സത്യം പറഞ്ഞ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ചന്ദനമണിവാതിൽ പാതിചാരി എന്തോളം. ഉള്ളവരും കൂടി പോവുക. ചേച്ചിയേ എന്തോ. ആരും മിണ്ടുന്നില്ല. എന്തു ചെയ്യും? അതെനിക്ക് ഈ 86 പേര് ഞാൻ അവിടെ കാണാണ്ട്. ഈ സ്ക്രീനിലൊന്ന് ഇങ്ങനെ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ചേ. എനിക്ക് ആ ലൈക്ക് ഇവിടെ കിട്ടില്ലേ? എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല? മിണ്ടുന്നോ ഇല്ല. എന്നാ ഒളിഞ്ഞിരുന്നിട്ട് എനിക്കൊരു ലൈക്ക് തന്നൂടെ? അയ്യോ. പറയ പോലെ ഡബിൾ ആണല്ലോ. ടൈപ്പാൻ വലിയ പാടാ. ചേച്ചി നന്ദന നെയ്യും കൊണ്ട് ഏത് നന്ദന പാട്ടുള്ളത് എനിക്കറിയില്ല. നന്ദലാല ഹുയ് നന്ദലാല, നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല, മാരിവില്ലോ നിന്റെ വർണ്ണമാല, രാധയ്ക്കു കാതുകളിൽ
രാജമാല ആരും കാണാതെത്തുന്നു രാധ ആയ പെണ്ണേ നീയൊരു മായ പയ്യിനിക്കറന്നെടുത്ത് പാൽക്കുടം നിറച്ചു വെച്ച് പാലാഴി തിങ്കളായി വന്ന രാധ. എങ്ങനെയുണ്ട് ഞാൻ കണ്ടെത്തിയില്ലേ നന്ദന വെച്ചിട്ട് പാട്ട് എപ്പിടി ഇருக்கு കിട്ടിപ്പോയി. എങ്ങനെയുണ്ട് പറയാ ആനന്ദ്, എങ്ങനെയുണ്ട് പറയാം? നന്ദലാല ഹേ നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല. ചായ കുടിച്ചോന്ന് സതീഷ്. ഹായ് സതീഷ്, ഗുഡ് മോർണിംഗ്.